ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം അവലോകനം ചെയ്യുന്ന ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ് എന്ന നിലയിലേക്ക് വന്നപ്പോൾ വോട്ട് ചെയ്യുന്നതിലും വോട്ടിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും അട്ടിമറി നടത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ UDF നടത്തിയിരിക്കുന്നത്. അവിടെ പുറത്തുനിന്ന് വോട്ടർമാരെ ഇപ്പോഴുള്ള പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾ നേരത്തെ തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് കള്ളവോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചെന്ന് പറയുന്നത്. അത്തരം വോട്ടുകൾ കണ്ടെത്തി തടയുക എന്നുള്ള നിലപാടും ഇന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. മറ്റു മണ്ഡലങ്ങളിൽ നിന്നോ വേറെ കേന്ദ്രങ്ങളിൽ നിന്നോ വരുന്ന വോട്ടുകൾ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാട് ബഹുമാനപ്പെട്ട അവിടുത്തെ പാലക്കാട് ജില്ലാ കലക്ടർ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കള്ളവോട്ട് ചേർത്തു എന്നുള്ളത് അതിന് UDF നേതൃത്വം നൽകി എന്നുള്ളതും ശരിയാണ്. അത്തരം വോട്ട് തടയണം എന്നുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം കള്ളവോട്ടിനെതിരായിട്ടുള്ള പരാതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ അധികൃത കേന്ദ്രങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. LDFന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി പാലക്കാട് എത്രത്തോളം വിജയമാണ്? പ്രത്യേകിച്ച് നിങ്ങൾ നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ആരോപണം കൊണ്ടുവന്നു, അത് നിങ്ങൾക്ക് പിന്മാറേണ്ടി വരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്ദീപ് വാര്യര് CPMനെ കൈകൊടുക്കാതെ കോൺഗ്രസിലേക്ക് പോയി. അപ്പം ആത്മവിശ്വാസം ഉണ്ടെന്നുള്ളത് കേവലം ഒരു പ്രചാരണ വാചകം മാത്രമാണോ, വാസ്തവമാണോ? ആർക്ക് ആത്മവിശ്വാസം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിലുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ്. സന്ദീപ് വാര്യരുടെ കൂറുമാറ്റങ്ങളൊന്നും അല്ലെങ്കിൽ അദ്ദേഹം BJPയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസായി എന്നുള്ളത് അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ബഹുജന മുന്നേറ്റത്തെ ബാധിക്കുന്നതല്ല. സന്ദീപ് വാര്യർ തന്നെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായി. ഞാനിവിടെ വന്നിരിക്കേണ്ടി വന്നത്, ഈ ത്രിവർണ ഷാളുമടിഞ്ഞ് ഇരിക്കേണ്ടി വന്നത് സുരേന്ദ്രനും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളും എടുത്ത നിലപാടിന്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പിന്നീട് രാജിവെച്ച് വന്നതിന് ശേഷം പ്രത്യയശാസ്ത്രപരമായ മാറ്റമാണ് എന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും അവസാനം BJP കേന്ദ്രത്തിൽ നിന്നുള്ള അദ്ദേഹത്തിനുണ്ടായ പീഡനമാണ് ഈ രാജിക്ക് കാരണമായത് എന്ന് പറയുമ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് എത്രത്തോളം അദ്ദേഹത്തിന് മാറാൻ കഴിയുമെന്നുള്ളത് ഭാവി പ്രവർത്തനങ്ങൾ തെളിയിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഈ നിലപാട് ക്ലാരിഫൈ ചെയ്യാനോ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യക്തമാക്കാനോ ആരും സന്നദ്ധമാവുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. സന്ദീപ് വാര്യർ തന്നെയാണ് പറഞ്ഞത്, സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും നിലപാടാണ് ഈ മൂവർണ്ണ ഷോളുമടിഞ്ഞ് ഇവിടെ ഇരിക്കേണ്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് അദ്ദേഹമാണ് പറഞ്ഞത്. പിന്നീടാണ് അദ്ദേഹം പ്രത്യയശാസ്ത്രവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാമാണ് എന്നുള്ളത് ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് നല്ല നിലയിൽ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പാണക്കാട് സന്ദർശനവും ഇതെല്ലാം എന്താണ് ഇതിന്റെ അകത്ത് ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായും ജനങ്ങൾക്ക് നല്ല നിലയിൽ ബോധ്യമാകും എന്ന് തന്നെയാണ്